2009 മോഡൽ ആൾട്ടോ വണ്ടിയാണ്. ഏകദേശം 79,920 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിപ്പം വിൽപ്പനയ്ക്കാണ്. പയനിയറിൻ്റെ സ്റ്റീരിയോ ആണ്. സ്പീക്കറെല്ലാം വർക്കിംഗ് ആണ്. ചിൽഡ് AC ആണ്. 4 ഡോറും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. നോർമൽ വിൻഡോ ആണ്. പവർ സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഇന്ത്യയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മാത്രം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. ഈ കാണുന്നത് മാറ്റിൽ അഴുക്കാണ്, മഴ പെയ്ത് കാരണം പറ്റിയതാണ്. സോ അതൊന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ഇതാണ് ഇൻറ്റീരിയൽ. എടുത്ത് പറയേണ്ട ടയറാണ്. ബ്രിക്സ്റ്റോണിൻ്റെ ടയറാണ് ഇടുന്നത്. ബ്രിക്സ്റ്റോൺ 95% തേയാൻ ബാക്കിയുണ്ട്. ഈ വാഹനത്തിൽ ഓൾറെഡി പെയിൻറ്റ് പോയിട്ടില്ലായിരുന്നു. റീടെസ്റ്റോടനുബന്ധിച്ച് ഒന്ന് ടച്ചപ്പ് ആൻഡ് പോളിഷ് ചെയ്തതാണ്. പെയിൻറ്റ് പോയെടുത്ത് ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളിടത്ത് പുതിയ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വണ്ടി കണ്ടു കഴിഞ്ഞാൽ പുതിയ പെയിൻറ്റ് അടിച്ച രീതി തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്താൽ മതി. ആരും നിർബന്ധിക്കുന്നില്ല, കൊടുക്കാൻ മനസ്സുണ്ടായിട്ടല്ല. പുതിയൊരു വാഹനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഒരു കാർ പോർച്ച് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിലത്തെ ടയർ ഏകദേശം ഒരു 60% ബാലൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡോറ് തുറന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. പിന്നെ ടെസ്റ്റിനോടനുബന്ധിച്ച് അണ്ടർകോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. വൃത്തിയാക്കിയിട്ട് അങ്ങനെ പെട്ടെന്ന് തുരുമ്പാവുമെന്ന് പേടിക്കാൻ വേണ്ട. 5 വർഷത്തേക്ക് അതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്കിലെ സ്പേസ്. അത്യാവശ്യം അറിയാമല്ലോ, പഴയ വാഹനത്തിലെ ബാക്കിലത്തെ സീറ്റും പിന്നെ അവിടുത്തെ ഡിസ്റ്റൻസും നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും എത്ര കിട്ടുമെന്ന്. ബോണറ്റ് തുറന്ന് കാണിച്ചു തരാം. 1-2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ. എന്നാലും ഒന്ന് ക്ലിയറായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് വൃത്തിക്കാണ് എൻ്റെ എൻജിൻ സൈഡൊക്കെ നിങ്ങൾ നോക്കുക, കാണാൻ മനസ്സിലാവും. പുതിയ ബാറ്ററിയാണ് ആമറോണിൻ്റെ. വാറണ്ടി ക്ലെയിം ചെയ്ത് റീപ്ലേസ് ചെയ്ത് കിട്ടിയ കിടിലം ബാറ്ററിയാണ്. ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒന്നും ഈ ഒരു ബാറ്ററി വെച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. ബാറ്ററി വെച്ചിട്ടും ഏകദേശം 1 വർഷം ആവുന്നു. പിന്നീട് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തതാണ്, ഫ്യൂൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തതാണ്. എല്ലാം നല്ല പോലെ വൃത്തിയാക്കിയതിന് ശേഷമാണ് റീപ്ലേസ് ചെയ്തത്. റീസെൻ്റ്ലി ബ്രേക്ക് പാഡ് ഇളക്കി ക്ലീൻ ചെയ്തിരുന്നു. ഇനിയൊരു 1000-1500 കിലോമീറ്റർ ഓടാൻ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി മെക്കാനിക്കൽ വർക്ക് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ക്ലച്ച് റീപ്ലേസ് ചെയ്തതാണ് ഒരു 5 മാസം മുന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വാഹനം എടുക്കുന്നവർക്കത് വർത്താണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നിങ്ങളൊരു വില പറയുക, ആ വിലയ്ക്ക് ഒക്കുന്നതാണെങ്കിൽ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം. കാരണം എത്രയും പെട്ടെന്ന് കച്ചവടം ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 1 വർഷമായി ഞാൻ ഉപയോഗിക്കുന്നു. ഇതുവരെയും വഴിയിൽ കിടന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എടുത്തു പറയേണ്ടത് റീസെൻ്റ്ലി ആണ് എൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. റീസെൻ്റ്ലി ഓയിൽ ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. അപ്പം ഒരു 5 കൊല്ലത്തേക്ക് പേപ്പേഴ്സും ക്ലിയറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആയാലും മാക്സിമം ഒരു 6-7 മാസത്തേക്ക് ഇനി മെക്കാനിക്കൽ വർക്കായിട്ട് പെട്ടെന്നൊന്നും വരാൻ സാധ്യതയില്ല. എല്ലാം ഭംഗിയായിട്ട് ചെയ്ത വർക്കാണ്. ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.